ഹലോ സേവ്സ് ഗായ്സ്. ഇതെൻ്റെ പള്ളിയിലെ ഓണം സെലിബ്രേഷനാണ്. ഞാനിപ്പോൾ സെറ്റിലയക്കുന്നത് ജർമ്മനിയിലാണ്. ലാസ്റ്റ് 5 ഇയേഴ്സായിട്ട് ഞങ്ങളിവിടെ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഞങ്ങൾ ന്യൂറംബർഗിൽ ഓർത്തഡോക്സുകാരുടെ ഓണം സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. ഒരുപാട് രാജ്യത്തുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ നാട്ടിലായിരിക്കുമ്പം നമ്മുടെ പള്ളിയിൽ ഓണം സെലിബ്രേഷനും ക്രിസ്മസും എല്ലാം നടത്തുന്ന പോലെ തന്നെ നമ്മൾ പുറത്ത് വന്നു, നമ്മൾ കുറച്ച് പേര് കമ്മ്യൂണിറ്റിയായി. അതിനുശേഷം തൊട്ട് നമ്മൾ ഒരു ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് നമ്മളിവിടെ ഓണം സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് സെലിബ്രേഷനും നടത്തിയായിരുന്നു. ഞാൻ പോകാൻ തുടങ്ങിയത് അപ്പോൾ തൊട്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ പൂക്കളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ പൂവെല്ലാം മേടിച്ചുകൊണ്ട് വന്നു, പൂവെല്ലാം പിച്ചി പൂക്കളം ഇടാനുള്ള നമ്മൾ വരയ്ക്കുമല്ലോ, ഓൾറെഡി നമ്മൾ വരച്ചത് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നതല്ല. നമ്മൾ ഓണം എന്ന് പറയുന്നതേ ഒരു യൂണിറ്റി ആണല്ലോ. നമ്മൾ ഒരുമിച്ച് കൂടി നമ്മളുടെ സന്തോഷം പങ്കുവെച്ച് ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് ഒരുമിച്ച് കുറച്ച് ഗെയിംസ് എല്ലാം പങ്കെടുത്ത് പോകാൻ വേണ്ടി. നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തോ? മീൻസ് എല്ലാവരും തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്തതാണ്. മലയാളിയാണെങ്കിൽ എന്താണേലും ഓൾമോസ്റ്റ് എല്ലാവരും ഓണത്തിൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഓണം സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വളരെ റോ ആയിട്ടിടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊരു വൈബിന് വേണ്ടി പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും പാട്ട് കോപ്പിറൈറ്റ് അടിക്കും. ഇതിപ്പോൾ നമ്മൾ പരിപാടി ഔപചാരികമായി പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു, പരിപാടി ഔപചാരികമായി തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും കൂടെ പുറത്തു പോയി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്തത്തിൻ്റെ ഫോട്ടോയാണ്. ഞങ്ങളിട്ട അത്തം എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് വന്നിരിക്കുവാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. ആ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കാർ പേജായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഞങ്ങൾ ഫുഡെല്ലാം നമ്മൾ നേരെ സദ്യ കഴിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി കുർബാന കഴിഞ്ഞിട്ടാണ് ഓണം സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാവരും രാവിലെ തൊട്ടേ വിശന്നിരിക്കുകയാണ്. നമ്മൾ പോട്ടലൊക്കെ പരിപാടിയായിരുന്നു. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഓരോരുത്തർക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ ഇത്രയും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും വളരെ അടിപൊളി രീതിയിൽ നമ്മൾ സദ്യയും കാര്യങ്ങളും എല്ലാം ചെയ്തു. കുക്ക് ചെയ്യാൻ പറ്റാത്തവർ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നു. ഞാൻ ആക്ച്വലി ചോറാണ് കുക്ക് ചെയ്തത്. ഇതൊക്കെ എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ചോറുണ്ട്, അവിയലുണ്ട്. ചോറ് വന്നു, അവിയൽ വന്നു, സാമ്പാർ വന്നു, പച്ചടി വന്നു, പുളിശ്ശേരി വന്നു. ആ സാധനത്തിൽ കാണുന്ന എല്ലാ പരിപാടിയും ഉണ്ട്. ഇത്രയും പേരായിരുന്നു വിളമ്പിക്കൊണ്ടിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി വിളമ്പി. നേരെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗെയിംസാണ് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് തന്നെ നമ്മൾ അച്ഛൻ ഉൾപ്പെടെയുള്ള നാരങ്ങ സ്പൂൺ മത്സരമായിരുന്നു. ചുമ്മാ ഇതൊക്കെ ഒരു ഫണ്ണാണല്ലോ. ഇതിൻ്റെ അകത്ത് ജയിക്കുക തോക്കുക എന്നതിലുപരി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ എന്നാണല്ലോ നമുക്ക് ഇതുള്ളത്. ആദ്യം തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് പോയി എനിക്കിതിപ്പോൾ കാണുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പരിപാടിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഇമോഷണലി ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ ആ ഒരു യൂണിറ്റി നഷ്ടപ്പെടാതെ, നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ 10-17 പേരുണ്ടായിരുന്നു. അപ്പം നമ്മളാണ് അയ്യോ ഇത്രയും പേരേ ഉള്ളൂ, കുറേ പേരും കൂടെ ഉണ്ടേ സന്തോഷമായിരുന്നേനേലോ എന്ന് ചിന്തിച്ചിരുന്നത്. പക്ഷേ പ്രോഗ്രാം ആയപ്പം 40 പേരിൽ മേളിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണം സെലിബ്രേഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേജിൽ എടുത്ത് കണ്ടു നോക്കാം ഞങ്ങൾ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഞങ്ങൾ ഓണമൊക്കെ ഗെയിംസ് എല്ലാം കളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. അത് ബോയ്സിൻ്റെ നാരങ്ങ ലെമൺ സ്പൂൺ ആയിരുന്നു. അതിനുശേഷം ഗേൾസിൻ്റെ ആയിരുന്നു. ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോൺ അടിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഓടിപ്പോകാൻ നോക്കി, അത്രേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഇത് ഞാനാണ് നിൽക്ക് ഹോൺ അടിക്കരുത്, ഞാനിത് സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളവിടെ വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഞാൻ സെക്കൻഡ് എത്തി. പക്ഷേ പിന്നീട് ഞാൻ തോറ്റുപോയി ഗൈസ്, ഞാൻ തോറ്റുപോയി. പക്ഷേ അതെനിക്ക് ഓക്കെയാണ്. അത് സെക്കൻഡ് കിട്ടിയവരെല്ലാവരും കൂടെ മത്സരിപ്പിച്ചതാണ്. പക്ഷേ ഞാൻ തോറ്റുപോയി, അതെനിക്ക് വിഷയമേ അല്ല. പിന്നെ അതിനുശേഷം കുഞ്ഞു പിള്ളേരുടെ നാരങ്ങ സ്പൂൺ മത്സരം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പങ്കെടുത്ത ഒരു കസേര കളി ഉണ്ടായിരുന്നു. അത് വാസ് സോ നൈസ്. എല്ലാവരും കൂടെ പങ്കെടുക്കുമ്പോഴേക്കും ഒറ്റയടിക്ക് പിള്ളേരും വലിയവരും എല്ലാവരും കൂടെ പങ്കെടുത്ത ഒരു കസേര കളി ഉണ്ടായിരുന്നു. അതൊരു അടിപൊളിയായിരുന്നു. ഇതിന് ശേഷം നമ്മൾ കളിച്ചത് സുന്ദരിക്ക് പൊട്ടുകൂടൽ. അത് നല്ലതായിരുന്നു. വാശിയേറിയ പോരാട്ടം എന്ന് വെച്ചാൽ ഇത്രയും പേരുമായിട്ട് കളിച്ച അവസാനം ഇവർ 2 പേര് മാത്രമേ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് ഇവർ റൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാണല്ലോ. അതിനുശേഷം നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ ആദ്യം അരയ്ക്ക് തൊട്ടു. അതിനുശേഷം അച്ഛൻ വന്ന് തൊട്ടു. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും സുന്ദരിക്ക് പൊട്ടു തൊട്ടു. എനിക്ക് സുന്ദരിക്ക് പൊട്ടുതൊടൽ തന്നെ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അത് വലിയൊരു സന്തോഷമായിരുന്നു.
ഈ സമയത്ത് തന്നെ നമ്മൾ ക്ലീനിങ് പരിപാടിയെല്ലാം നടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഡാൻസ് എല്ലാം കളിച്ച് സന്തോഷമായിട്ട് നമ്മൾ അങ്ങനെ പിരിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ബൈ ബൈ. ചൂസ്.